എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡെസിമൽസ്. ഓക്കെ, നമ്മൾക്ക് ഫ്രാക്ഷൻസ് എന്താണെന്ന് അറിയാം. ഓക്കെ, P/Q ഫോമിൽ എഴുതുന്ന, അതായത് ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലായിട്ട് 10 ഡിനോമിനേറ്റർ വരുന്ന ഫ്രാക്ഷൻസിന് ഡെസിമൽ അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ അതിൻ്റെ പവേഴ്സ്, 10ൻ്റെ പവേഴ്സ് ഏതൊക്കെയാണ്? 100, 1000, അങ്ങനെ 10ൻ്റെ പവറുകൾ ഡിനോമിനേറ്റർ വരുന്ന നമ്പറുകളെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 7/10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ ഒരു 0 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 0.7 എന്ന് എഴുതും. ഇഫ് 203/1000 ആണെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? 0.30 ആണ് അല്ലേ? അപ്പോൾ 203 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ വേറൊരു നമ്പർ തരുവാണ് 678/10,000. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0.0678 അല്ലേ? 1 2 3 4 അല്ലേ? ഇങ്ങനെ നമ്പേഴ്സാക്കി എഴുതും. ഇത് എന്തുകൊണ്ടാണ്? ഇത് ഒരു മറ്റൊരു ഫ്രാക്ഷണൽ റെപ്രസെൻറ്റേഷനാണ്. പ്ലേസ് വാല്യൂകൾ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കാം. 0.0678 ആണ് എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ ഇതാണ് അതിൻ്റെ 10th പ്ലേസ്. ഓക്കെ, 10th എന്ന് പറയുന്നത് എന്താണ്? 1/10. ദെൻ ഈ 6ൻ്റെ പ്ലേസിലുള്ളതില്ലേ, അതിന് 100th പ്ലേസ് എന്ന് പറയും. അപ്പോൾ 1/100 ആണ്. അതായത് 6 × 1/100 ആണ് അതിൻ്റെ പ്ലേസ് വാല്യൂ. അപ്പോൾ 7 ആണെങ്കിലോ 1000s. ഓക്കെ, ദെൻ 8 ആണെങ്കിലോ 10,000. അങ്ങനെ പോകും. നമ്മൾ ഇപ്പോൾ ഡെസിമൽ പോയിന്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് വരുമ്പോൾ യൂണിറ്റ് പ്ലേസ്, ടെൻസ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസ് എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പറയാറില്ലേ, അതുപോലെ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇനി എങ്ങനെയാണ് ചില ഫ്രാക്ഷനുകളെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ പവർ 10 അല്ലെങ്കിൽ, ഇപ്പോൾ പവർ 10 ആയിട്ടുള്ളതിന് നമുക്ക് ഈസിലി എഴുതാൻ സാധിക്കും. ഇഫ് പവർ ഈസ് നോട്ട് 10 ഓർ ദ പവർ ഓഫ് ഡിനോമിനേറ്റർ ഈസ് നോട്ട് 10 അല്ലെങ്കിൽ പവർ ഓഫ് 10 അല്ലെങ്കിൽ, ഇഫ് എക്സാമ്പിൾ എന്ത് പറയാം? 1/2 എന്നൊരു ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഫ്രാക്ഷന് 10-ഓ 10ൻ്റെ പവറോ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വാലൻറ്റ് ഫ്രാക്ഷനായിട്ട് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്തു? 1/2 × 5/5 അല്ലെ? 5 × 10 10 ആണ്. 2 × 5 10 ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ 5/5 × 1/2 5 2 × 5 അല്ലേ? അപ്പോൾ 5/10 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി എന്ത് കിട്ടി? 0.5 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് 1/2 = 0.5 എന്ന് ഈസിലി ആൻസർ കിട്ടി. ദെൻ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ 2/25. അപ്പോൾ എങ്ങനെ എന്ത് ചെയ്യും? 25 × 4 ആണ് 100 എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈസിലി അതല്ലേ 2/25 × 4/4 ഇക്വാലൻറ്റ് ഫ്രാക്ഷനായി കൺവേർട്ട് ചെയ്യുന്നു. സോ 8/25 × 4 എത്രയാണ്? 100, which is equal to 0.08 എന്ന് കിട്ടി. ഇതെന്താണ്? ഡിനോമിനേറ്ററിനെ 10 ആയിട്ടോ അതിൻ്റെ പവർ ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇപ്പോൾ 5/125 ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 5/125 × 8/8 ചെയ്യുന്നു. കാരണം എന്താണ്? 8 × 125 1000 ആണ്. 1000 എന്ന് പറയുന്നത് 10 ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? 8 5s are 40/1000. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? 5/125 = 40/1000, which is equal to 0.04. ഓക്കെ, അപ്പോൾ എത്ര വേഗം നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിച്ചതല്ലേ? ഇനി നമ്മൾക്ക് 10ൻ്റെ പവറായിട്ട് മാറ്റാൻ കഴിയാത്തതാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് നമുക്ക് ഈ 5 ഡിസ്കസ് ചെയ്തു, അതേപോലെ 25 125 ഇതെല്ലാം ഈസിലി, ഡിനോമിനേറ്ററുകളെല്ലാം ഈസിലി നമുക്ക് 10 ആയിട്ട് അല്ലെങ്കിൽ 10 അതിൻ്റെ പവറുകളായിട്ടും കൺവേർട്ട് ചെയ്യാം. ഇഫ് ഒരു
എക്സാമ്പിൾ 3/160 3/160 എന്നൊരു ഡെസിമൽ ആണെന്ന് വിചാരിക്കൂ. ഈ 160നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? 10ന്റെ പവറായിട്ടോ 10 ആയിട്ടോ കൺവേർട്ട് ചെയ്ത് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 160യെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 240 220 210 25. അപ്പം നമ്മൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 160 ഈക്വൽ ടു 2⁵5 ഇൻറ്റു 5 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിന് നമുക്ക് 2⁵5 ഇൻറ്റു 5 എന്ന ഫോമിലേക്ക് എഴുതാം. അപ്പോൾ ഇനി ഈ ഫോമിനെ എങ്ങനെ 10ന്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു നോക്കാം. ഓക്കെ, അപ്പോൾ 3/160 എന്ന നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? 3/2⁵5 ഇൻറ്റു 5. ഓക്കെ, ഈ 5 2s are 10 ആണ് അല്ലേ? അപ്പോൾ ഈ 5⁵5 ആക്കിയാൽ നമുക്കതിനെ 10⁵5 എന്ന ഫോമിലേക്ക് എഴുതാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3/2⁵5 ഇൻറ്റു 5 ഇൻറ്റു 5⁵5 ആണെങ്കിൽ 5⁴ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 5⁴/5⁴ വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 5⁴/2⁵5 ഇൻറ്റു 5⁵5 വിച്ച് ഇസ് ഈക്വൽ ടു 5⁴ എത്രയാണ്? 625. 3 ഇൻറ്റു 625/10⁵5 അല്ലേ? 5 2s are 10. 5 കോമൺ ആയിട്ടുള്ള പവർ 5. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1875 എന്താണ്? 3 ഇൻറ്റു 625 ഈക്വൽ ടു 1875/10⁵5 1 എന്നിട്ട് 5 zeros 1 2 3 4 5. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 0.01875 എന്ന് കിട്ടി. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ 2-digit നമ്പർ ഡിവൈഡഡ് ബൈ another 2-digit number gives 5.875. So what are the numbers? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 5.875. അപ്പോൾ നമുക്കിതിനെ ആദ്യം ഒരു ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതാം. 5875 എത്ര പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ്? 1 2 3. സോ 1000. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ 5875നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. 5875 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 1175 then 5 times 235 5 4 7. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 5³ ഇൻറ്റു 47 എന്ന് എഴുതാം. ബൈ 1000ന് ഇതേപോലെ ഫാക്ടറൈസ് ചെയ്ത് നോക്കൂ. 1000 5 times 200 5 times 5 4 20 40 5 times 8. അപ്പോൾ 5³ ഇൻറ്റു 8 എന്ന് വരും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5³ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ 47/8 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടി. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 2-digit നമ്പറുകളുടെ ഡിവിഷൻ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 8 2-digit അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇക്വാലൻ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? 47 ഇൻറ്റു 2 ഈക്വൽ ടു 94/8 2s are 16. അപ്പോൾ എന്താണ്? 94/16. ഈ ഡെസിമൽ ഫോമിൻ്റെ ഫ്രാക്ഷൻ ഏത് രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 5.875 കിട്ടുന്നത്? 94/16. ഓക്കെ, ഈസിയാണല്ലേ? ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് അതൊരു സം കാണുന്ന മെത്തേഡാണ്. ഓക്കെ, ഈ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 1/5 പ്ലസ്
1/5² പ്ലസ് 1/5³ പ്ലസ് 1/5⁴ അല്ലേ? നമുക്ക് ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സമ്മാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമലി നമ്മളൊരു ഫ്രാക്ഷൻ്റെ സമ്മ് കാണുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ LCM കണ്ടിട്ട് അത് വെച്ച് ചെയ്യും അല്ലേ? അപ്പോൾ ഈ നമ്പറിൻ്റെ LCM നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? 5⁴ ആണ്. അപ്പോൾ 5⁴ LCM ഉള്ള നമ്പറുകളാക്കിയിട്ട് 4 നമ്പേഴ്സിനെയും കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സമ്മ് കാണുന്നു. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ആലോചിച്ചു? 1/5 ഇൻറ്റു 5⁴ ആക്കണമെങ്കിൽ 5³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5³ പ്ലസ് 1/5² അല്ലേ? അപ്പോൾ 2 + 2 ആണ് 4. അപ്പോൾ 1/5², സോറി 5²/5² ഫ്രാക്ഷൻ ആക്കുന്നു. ദെൻ പ്ലസ് 1/5³ ഇൻറ്റു 5/5 പ്ലസ് 1/5⁴. എന്താണ്? ഇതിന് ചേഞ്ച് ഒന്നും ചെയ്യേണ്ടല്ലോ, ഇത് 5⁴ തന്നെയാണ്. ഓക്കെ, ഇനി കൺവേർട്ട് ചെയ്ത് നോക്കൂ. അപ്പം എങ്ങനെ എഴുതാം? 5³/5⁴ പ്ലസ് 5²/5⁴ പ്ലസ് 5/3 + 1 4 അല്ലേ? അപ്പോൾ 5⁴ പ്ലസ് 1/5⁴. ഓക്കെ, 5³ എത്രയാണ്? 125. 5 × 5 × 5 ആണ് 5³ സോ 125/5⁴ പ്ലസ് 5² എത്രയാണ്? 25/5⁴ പ്ലസ് 5/5⁴ പ്ലസ് 1/5⁴. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 125 + 25 150 + 5 155 + 1 150 6/5⁴ എന്ന് കിട്ടി. ഓക്കെ, 5⁴ എത്തിയില്ലേ? ഇനി നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ ഇതിനെ 10 അതിൻ്റെ 10 കൺവേർട്ട് ചെയ്യാം അല്ലേ? എക്സ്പോണൻഷ്യലിൽ നമ്മൾ ലോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 156/5⁴ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ ആക്കി 2⁴/2⁴ ആക്കിയാൽ നമുക്ക് ഡിനോമിനേറ്റർ എന്താക്കാം? 5 × 2 അല്ലേ? 10⁴ എന്ന ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ 156 × 2⁴ എത്രയാണ്? 16 ആണ്. ഓക്കെ, 16/10⁴. ഓക്കെ, നമുക്ക് ആൻസർ എത്ര കിട്ടും? 2496/10⁴, which is equal to 4 zeros അല്ലേ? 0.2496 എന്ന് കിട്ടും. ഓക്കെ, ഈസിലി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇത്രയും വലിയ ഫ്രാക്ഷൻ്റെ സമ്മ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇതെല്ലാം നമ്മൾ ഇതുവരെ ചെയ്ത ഡെസിമലുകൾക്കെല്ലാം എന്താണ്? ഒരു സെർട്ടൈൻ വാല്യൂസ് പോയിന്റിന് ശേഷം 2 3 ഇതേ ഇപ്പം 4 നമ്പറുകൾ വെച്ചിട്ട് സ്റ്റോപ്പ് ആവുന്നുണ്ട് അല്ലേ? ഇത്തരം ഡെസിമലുകളെ പറയുന്ന പേരാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽസ്. ഓക്കെ, 2 തരത്തിലുള്ള ഡെസിമലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടെർമിനേറ്റിംഗ്, ദെൻ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഡെസിമൽസ്. നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടൈപ്പാണ് റെക്കറിംഗ് എന്ന് പറഞ്ഞു അല്ലേ? അതായത് നോൺ ടെർമിനേറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്, അതായത് ഒരു പോയിന്റിന് ശേഷം നിശ്ചിതമായ ഒരു അളവിൽ നിൽക്കാതെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന നമ്പേഴ്സാണ് എന്ത്? നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽസ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് നമ്മൾ ചെയ്ത് നോക്കൂ 1/3 എങ്ങനെ ചെയ്യും? ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ 1.000 ഡിവൈഡഡ് ബൈ 3 എത്ര? 1ൽ പോവില്ല. അപ്പോൾ 0 ഇട്ടു, പോയിന്റിന് മുകളിലേക്ക് ഇട്ടു, 10 എടുക്കുകയാണ്. 3 times 9 റിമൈൻഡർ 1. ദെൻ ഈ 0 നമ്മൾ ഇറക്കിയിടുന്നു. 0 10 3 times 9. ദെൻ പിന്നെയും 1, ഈ 0 ഇറക്കിയിടുന്നു. 10 3. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഇതിന് ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 0.333 എക്സെട്ര എന്ന് എഴുതില്ലേ? ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നമ്മൾ റിക്കറിംഗ് ഡെസിമലുകൾ, ഇത്തരത്തിലുള്ള ഡെസിമലുകളാണ് റിക്കറിംഗ് അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര എഴുതാം?
0.3 എന്ന് എഴുതിയിട്ട് മേലെ ഒരു വരയിടണം. ഓക്കെ, ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഫോം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 4/11. ഓക്കെ, 4/11ൻ്റെ ആൻസർ എങ്ങനെ വരും? 0.363636 എക്സെട്ര എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ 36 അല്ലേ റിപ്പീറ്റ് ചെയ്യുന്നു പോയത്? അപ്പം നമുക്ക് ആൻസർ എഴുതുമ്പോൾ 4/11 = 36.36 എന്ന് എഴുതിയിട്ട് മേലെ ഒരു വരയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. ക്ലിയർ ആണോ? മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 11/75 എന്നൊരു നമ്പർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരും? 0.1466 എക്സെട്ര. ഓക്കെ, ഇത്തരത്തിലുള്ള നമ്പറിൽ ഏതാണ് റിപ്പീറ്റഡ്? 6 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 0.146 എന്നിട്ട് 6ന് മുകളിൽ മാത്രം ഒരു ബാർ ഇട്ട് അതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇത്തരത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഡെസിമലുകളെ നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റെക്കറിംഗ് ഡെസിമലുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള നോൺ ടെർമിനേറ്റിംഗ് ഡെസിമലുകൾ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. എങ്കിലും നമുക്കത് എങ്ങനെയാണ് ആ മെത്തേഡിലൂടെ പ്രോബ്ലംസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഇഫ് നമുക്ക് തന്നിരിക്കുകയാണ് ഫൈൻഡ് വാല്യൂ ഓഫ് 1/27 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ 1/27 എങ്ങനെ എഴുതാം? 1/27 = 1/27 എങ്ങനെ എഴുതാം? 9 × 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1/3 വി നോ ദാറ്റ് 1/3 വാല്യൂ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നില്ലേ? എത്രയാണ് 1/3 വാല്യൂ? 0.333 അല്ലേ? ഒരു 3 ഡെസിമൽ വരെ ഇടാം. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം? 1/27 = 1/9 × 1/3 which is equal to 1/9 × 0.333 which is equal to 0.333/9 that is 0.037. ഓക്കെ, ഇങ്ങനെ ഈസിലി കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മളോട് പറയുകയാണ് ഒരു 2/27ൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2/9 × 3 എന്ന് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം? ദ സെയിം മെത്തേഡ് അല്ലേ? ഈ നമ്പറിനെ × 2 ചെയ്താൽ മതി. 2 × 0.333/9. അപ്പോൾ എത്ര ആൻസർ വരും? 0.074. ഓക്കെ, എത്ര എളുപ്പത്തിലാണ് നമുക്ക് ആൻസർ കിട്ടിയെന്ന് നോക്കൂ. ഇതാണ് മറ്റൊരു മെത്തേഡ്. നോൺ റിക്കറിംഗ് ഡെസിമലുകളുടെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഇത്. താങ്ക് യു.